ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് മസാല പീനട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് നിലക്കടല എടുക്കാം. ഇതൊന്ന് നന്നായി കഴുകി അരിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാൻ ഇവിടെ കഴുകി അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പ്, മസാലപ്പൊടിക്ക് നമ്മൾ വേറെ ഉപ്പ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കടലയ്ക്ക് ആവശ്യമായത് ഇട്ടാൽ മതി. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് കറിവേപ്പില, അതൊന്ന് നമുക്ക് പിച്ചിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തത് ഇതിനൊരു നല്ല കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നല്ല മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താലായാലും മതി. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഞാൻ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് നാടൻ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് താല്പര്യമില്ലാത്തവർ ഇത്ര ഇട്ട് കൊടുക്കണ്ട. ഇവിടെ ആ ക്രിസ്പി ആയിട്ട് കിടക്കുന്ന വെളുത്തുള്ളി അത് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ ഇട്ടിരിക്കുന്നത്. ഇപ്പം ഞാനിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടലമാവാണ്. അതൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഈ കോട്ടിങ്ങിന് ആവശ്യമായ ഉപ്പ്, ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം നന്നായി മിക്സായി യോജിച്ച് വരണം. ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ആ കടലയിലേക്ക് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് മുന്നേ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്രത്തോളം ഉണ്ടാകുന്നതോ അത്രയും ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ആദ്യം മാറ്റി വെച്ചിരുന്ന കടലമാവും അരിപ്പൊടിയുടെയും കൂട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കടല കഴുകിയിട്ട് ആ നനവോട് കൂടി തന്നെയായിരുന്നു മസാല പുരട്ടിയത്, അതുകൊണ്ട് അതിൽ ചെറിയ നനവുണ്ട്. അപ്പോൾ ആ നനവിലേക്കാണ് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ആ നനവെല്ലാം അതെല്ലാം പൊടിയിൽ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പൊടിയും കടലയിലേക്ക് അത് നന്നായിട്ടങ്ങ് പിടിച്ചിരുന്നോളൂ. ഈ രീതിയിൽ നമുക്ക് എത്രത്തോളം കോട്ടിങ് ഇഷ്ടമുണ്ടോ അതനുസരിച്ച് നമുക്ക് വെള്ളം തളിച്ച് കൊടുത്ത് പൊടിയിട്ട് കൊടുത്ത് അങ്ങനെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ള കോട്ടിങ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്തെടുക്കണം. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ച് വറുക്കാനായിട്ട് നമുക്ക് ഒരു പാൻ വയ്ക്കാം. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. മുഴുവനും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഈ നന്നായി വറന്ന് കിട്ടുന്ന രീതിക്ക് അതിനുള്ള അത്രയും മാത്രം ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കാൻ പാടുള്ളൂ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാൻ, ഇല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരുവിധം വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം.
ഇത് വറന്ന് വരുമ്പോൾ അതിൻ്റെ പതകളും എല്ലാം ഒന്ന് കുറഞ്ഞ് കടല ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ അതിന് ശേഷം നമുക്കൊന്ന് ഒരെണ്ണം എടുത്ത് നോക്കി അത് കടിച്ച് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വെന്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഞാനിവിടെ ഒരെണ്ണം എടുത്ത് നോക്കട്ടെ അത് വറന്ന് വന്നോ എന്ന്. ഇത് നന്നായി വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഞാനിവിടെ ടിഷ്യൂ ഇട്ടിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കോരി മാറ്റാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി വറുത്തെടുക്കാം. ഇതിലുള്ള ആ വെളുത്തുള്ളിയുടെ തൊലിയെല്ലാം നന്നായി ക്രിസ്പി ആയിട്ടിരിക്കും. അതെല്ലാം കടിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.